അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ഒക്ടോബറിലെ സ്കേറി ഫാസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൾ ഇവൻ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ടു ബി പേഴ്സണൽ, എനിക്ക് അത്ര സ്കേറി ആയിട്ട് ഫീൽ ചെയ്തില്ല. അതെൻ്റെ പെർസെപ്ഷനാണ്. വേറെ ആൾക്കാർക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. പക്ഷേ അതിന് കുറച്ച് കാരണമുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഹൈലൈറ്റഡ് കാര്യങ്ങളും ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ലൈനപ്പുകളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഒരു പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതേപോലെ നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കുറേ കൂട്ടാറുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഇവൻറ്റിൻ്റെ എനിക്കിഷ്ടപ്പെട്ട കീ ഫീച്ചറിൽ ഒന്നാമത് ആപ്പിൾ പറയുന്നത് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരുന്നത് iPhone 15 Pro Maxലാണ്. അങ്ങനെയാണ് ഈ പറഞ്ഞ ഇവൻറ്റിൻ്റെ ഫുൾ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് ഒറിജിനലായിട്ടും iPhone 15 Pro Maxലാണെങ്കിൽ ആപ്പിളിൻ്റെ ആ ഒരു 15 Pro Max എന്ന ഡിവൈസിന് ആപ്പിളിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു ഇവൻ്റ് എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരും. കാരണം ആപ്പിൾ അത്ര ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്നത്. കളർ ഗ്രേഡിങ്ങും അതേപോലെ എഡിറ്റിങ്ങും മാക്ബുക്കിലും അതേപോലെ പ്രോറസ് വീഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഡെലിവർ ചെയ്യാൻ ആപ്പിൾ പറയുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ ഐഫോണ് ഇത്രമാത്രം പ്രൊഡക്ഷൻ ലൈനപ്പിൽ മുമ്പന്തിയിലെത്തിക്കാനുള്ള ഒരേ ഒരു കാര്യം. സോ ആ ഒരു കാര്യം എനിക്ക് അത്രമാത്രം ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കം തന്നെ ആ ഒരു കാര്യം പറയുന്നത്, ആപ്പിൾ പറയുന്ന കാര്യത്തിൽ അത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ iPhone 15 Pro Max ടോപ്പ് നോച്ച്. വീഡിയോഗ്രാഫിയിൽ ഇനി അങ്ങനത്തെ ഒരു ഡിവൈസിൽ നമുക്ക് വെട്ടിക്കാനായിട്ടും അതേപോലെ കോമ്പീറ്റ് ചെയ്യാനായിട്ടും വേറൊരു ഡിവൈസിന് വന്നം, സത്യമായിട്ടും മന്നം. ഇനി ഇത് ഇവൻ്റിൻ്റെ പ്രൊഡക്റ്റ് ലൈനപ്പം ബാക്കി കാര്യങ്ങളിലേക്കും നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് ഇതിലാകെ 2 പ്രൊഡക്റ്റുകൾ മാത്രമാണ് ആപ്പിൾ കൊണ്ടുവന്നത്. എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ തോന്നലിൽ ആപ്പിളിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഇവൻ്റാണ് ഈ കഴിഞ്ഞ സ്കാരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഏകദേശം 30 മിനിറ്റോ 31 മിനിറ്റോ എന്തോ ഉള്ളൂ ഈ ഒരു ഇവൻറ്റ്. അതിൽ 2 മിനിറ്റ് ഇൻട്രൊഡക്ഷന് പോകും. 2 മിനിറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ആനിമേഷനും കാര്യങ്ങളായിട്ട് 2 മിനിറ്റ് പോകും. പിന്നെ ട്രാൻസിഷൻസും ബാക്കി കാര്യങ്ങളെല്ലാം കൂടി 5 മിനിറ്റ് പോകും. നമുക്ക് അപ്പം അങ്ങനെ കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റാണ് ആക്ച്വലി ഈ പറഞ്ഞ ഇവൻ്റ് ഉള്ളൂ. അല്ലാതെ ബാക്കി നമ്മൾ പൊതുവേ കാണുന്ന പോലെ 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അത്രയും വലിയൊരു ടോപ്പ് നോച്ച് അല്ലെങ്കിൽ അത്രയും വലിയൊരു ലെങ്തിയർ ഇവൻ്റ് ആയിട്ടല്ല ആപ്പിൾ സ്കേറി ഫാസ്റ്റ് കൊണ്ടുണ്ട്. ഒന്നാമത് നമ്മുടെ പ്രോസസ്സറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 കാറ്റഗറി ഓഫ് പ്രോസസ്സർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. M3, M3 Pro, M3 Max. ഈ പറഞ്ഞ 3 പ്രോസസ്സർ നമുക്ക് 3 നാനോമീറ്റർ ആർക്കിടെക്ചറിലാണ് ആപ്പിൾ കൊണ്ടു നിൽക്കുന്നത്. നമ്മുടെ ഏറ്റവും ബിയോണ്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എത്രയെന്ന് വെച്ചാൽ 16 കോർ ഓഫ് CPU തൊട്ട് 14 കോർ ടു GPU വരെ നമുക്ക് M3 Maxൽ പുഷ് ചെയ്യാൻ പറ്റും. ഏകദേശം 80% ഫാസ്റ്ററാണ് നമ്മൾ ലാസ്റ്റ് ഇയർ വന്ന M1 Maxൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഒരു ഡിവൈസുകൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ആപ്പിൾ കറക്റ്റ് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഈ പറഞ്ഞ 3 സീരീസ് ഓഫ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കുന്ന പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ MacBook Pro എന്ന് പറയുന്നത്. MacBook Proയിൽ ആപ്പിൾ ക്ലിയർ കട്ടായി പറയുന്നുണ്ട്, നിങ്ങളൊരു ബിഗിനറാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഓൺട്രപ്രനർ ആണ്, ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് M3 എന്ന് പറയുന്ന MacBook Pro. ഈ ഒരു MacBook Pro തൊട്ട് നമുക്ക് 14 ഇഞ്ചും 16 ഇഞ്ചും മാത്രമാണ് അവൈലബിൾ ആവുന്നത്. നേരത്തെ നമ്മുടെ M2 സീരീസിൽ ഒരു 13 ഇഞ്ച് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു പാത്തോളജിസ്റ്റാണ്, എക്സ്റേ നോക്കണം, അതേപോലെ നമുക്ക് MRI നോക്കണം, വലിയ വലിയ ഡീപ്പ് സ്കാനുകൾ നോക്കണം എന്നീ പറഞ്ഞ കാര്യങ്ങൾ സൈമൾട്ടേനിയസ്ലി ഒരു സെക്കൻഡ് പോലും ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് നോക്കണം എന്നാണെങ്കിൽ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് അവൈലബിൾ ഓപ്ഷനാണ് M3 Pro എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ കോഡിങ്ങും അതേപോലെ 3D 4D സിനിമാറ്റോഗ്രാഫി, വലിയ വലിയ സിനിമ റെൻഡറിങ്, മ്യൂസിക് പ്രൊഡക്ഷൻ, ബാൻഡ് എന്നീ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് M3 Max എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ആപ്പിൾ ക്ലിയർ കട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട്
ഇന്ന ഡിവൈസ് ഇന്ന ക്യാരക്ടറിനാണ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിക്കാണ് ഈ ഒരു ഡിവൈസ് ഈ ഒരു കാറ്റഗറിക്കാണ് ഏറ്റവും സൂട്ടാവുക. ഈ ഒരു പ്രോഡക്റ്റ് M3 Max ഇന്ന വലിയ ഹാർഡ് കോർ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ക്ലിയർ കട്ടായിട്ട് ഈ ഒരു ഇവൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ആൾക്കാരും ഇപ്പം ഇവന്തോ ഞാനാണെങ്കിൽ പോലും അയ്യോ ഇനി ആ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുത്താൽ എനിക്ക് സ്യൂട്ടാവും അല്ലെങ്കിൽ എനിക്ക് വേണ്ട പൊട്ടൻഷ്യൽ ആ ഒരു ഡിവൈസിന് കിട്ടുമെന്നല്ലേ നമ്മൾ ചിന്തിക്കും. ആ ഒരു ഡൗട്ട് നമുക്ക് ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ആപ്പിൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു കൊല്ലം ആപ്പിളിൻ്റെ പ്രോ സീരീസിൽ മാത്രം വരുന്ന ഒരു പുതിയ കളർ വേരിയൻറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സ്പേസ് ബ്ലാക്ക് എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ M3 ബേസ് വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു കളർ ഓപ്ഷൻ കിട്ടില്ല. നേരത്തെ ഉണ്ടായ സിൽവറും സ്പേസ് ഗ്രേയും മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ M3 Pro അല്ലെങ്കിൽ M3 Max എടുക്കുന്ന ഒരു കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്പേസ് ബ്ലാക്ക് എന്ന കളർ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത രണ്ടാമത്തെ ഡിവൈസാണ് ഈ പറഞ്ഞ iMac 24 ഇഞ്ച്. ഈ ഒരു ഡിവൈസ് ഞാൻ നമ്മുടെ നേരത്തെ കണ്ട ആ ഒരു ആപ്പിൾ ഇവൻറ്റിൻ്റെ വീഡിയോ ലീക്സിൽ പറഞ്ഞായിരുന്നു. നേരത്തെ നമ്മുടെ M1 നിന്ന് M2ലേക്ക് ആപ്പിൾ iMac ജമ്പ് ചെയ്തില്ല. ഇപ്പോൾ ഡയറക്റ്റായിട്ട് M1 ചിപ്പിന് M3 ചിപ്സെറ്റിലേക്കാണ് ആപ്പിളിൻ്റെ iMac 24 ഇഞ്ച് ജമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വലിയൊരു ലീപ്പ് ജമ്പ് തന്നെയാണ് ഈ പറയുന്ന ഡിവൈസിന് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. നേരത്തെ ഉണ്ടായ പോലെ തന്നെ 4.5Kൻ്റെ ഒരു റെറ്റിന ഡിസ്പ്ലേയും ബാക്കി കാര്യങ്ങളും എല്ലാം നേരത്തെ ഉണ്ടായ സെയിം കോൺസെപ്റ്റും സെയിം ക്വാളിറ്റിയും തന്നെയാണ് ആപ്പിൾ ഡെലിവറി ചെയ്യുന്നത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഈ ഒരു ഇവൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാര്യങ്ങളാണ്. ഇനി ഇതിലെനിക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ അയ്യോ ഇതും കൂടെ മാറ്റായിരുന്നു എന്ന് ഫീൽ ചെയ്ത എൻ്റെ പേഴ്സണൽ പെർസെപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിന് മോഡലിന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. ഇവൻ ദോ ലാപ്ടോപ്പിലാണെങ്കിലും നമ്മുടെ ആ നോച്ച് കുറയ്ക്കുകയോ നോച്ച് മാറ്റുകയോ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൽ വേറെ കുറേ എന്താ പറയുക എസ്തെറ്റിക്കായ ബാക്കി കാര്യങ്ങളോ ഒന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. കളർ മാത്രമാണ് ഈ പറഞ്ഞ പ്രോ സീരീസിൽ ആപ്പിൾ മാറ്റിയിട്ടുള്ളൂ. അതേപോലെ iMacൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 7 കളേഴ്സ് തന്നെയാണ് ഈ ഒരു iMacലും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ കളർ ഷിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ ആ ഒരു മോഡലിനോ അല്ലെങ്കിൽ ആ ഒരു ബെസൽസിനോ ബാക്കി ഒരു കാര്യങ്ങൾക്കും ആപ്പിൾ ഒരു ചേഞ്ച് ഈ ഒരു iMacൻ്റെ M3 ഡിവൈസിനും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നമ്മുടെ മാജിക് ആക്സസറീസ് അതായത് മാജിക് ട്രാക്ക് പാഡ്, മാജിക് കീബോർഡ്, മാജിക് മൗസ് ഒന്നും ആപ്പിളിൻ്റെ USB-Cയിലേക്ക് ജമ്പ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ലൈറ്റ്നിങ്ങിൽ തന്നെയാണ് ഈ പറഞ്ഞ 3 പ്രൊഡക്ട്സും റൺ ചെയ്യുന്നത്. ശരിയാണ്, നമ്മുടെ ഈ പറഞ്ഞ iMacൻ്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് 3 ഡിവൈസുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 മാജിക് ആക്സസറീസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബ്രേഡ് കേബിൾസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിവൈസാണ്. യെസ്, എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു ഇംപ്രവൈസേഷൻ ഈ പറയുന്ന ഡിവൈസിൻ്റെ ഡിസൈനിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചധികം സങ്കടം ഈ പറഞ്ഞ ആപ്പിൾ ഇവൻ്റ് കണ്ടപ്പോൾ തോന്നി. രാവിലെ 5:30 എണീറ്റ് കുത്തിപ്പിടിച്ചിരുന്നു ഇവൻ്റ് കണ്ടിട്ടും എനിക്ക് ആ ഒരു കാര്യത്തിൽ വന്ന സങ്കടം കുറച്ചധികമാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് ഈ പറഞ്ഞ USB-Cൻ്റെ ട്രാക്ക് പാഡ്, മാജിക് മൗസ്, അതേപോലെ മാജിക് കീബോർഡ് എന്ന് പറയുന്നത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ആപ്പിൾ ഇവൻറ്റിൽ വേറൊന്നും പുതുതായിട്ട് ലഭിച്ചില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ സ്കാരി ഫാസ്റ്റ് 2023 ആപ്പിൾ ഇവൻറ്റിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ഇവൻറ്റിനെ പറ്റി മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലെയുള്ള ആപ്പിൾ കാര്യങ്ങളും അപ്ഡേറ്റ്സ് പറയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോഴും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറേണ്ടതാണ്. നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവാനായിട്ട് ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Evika.